അതെ, ഈ പട്ടാമ്പി വഴിക്ക് ഇപ്പൊ വല്ല ബസ്സും ഉണ്ടോ? അറിഞ്ഞില്ലേ, ഇന്നിവിടെ ഹർത്താലാണ്. 6 മണിയാവും ബസ് കിട്ടാൻ. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. വല്ല കാലുവണ്ടി വരും, അതിൽ കയറി ഇട്ടോളൂ. മോനാ റെയിൽവേ സ്റ്റേഷൻ വഴിക്കാണോ? കേറിക്കോളൂ. ഈ ഹർത്താൽ കാരണം ആകെ കുഴഞ്ഞു. നാടൊക്കെ ആകെ മാറി. ചേട്ടൻ എവിടുന്ന് വരിക? ഞാൻ കുറച്ച് ദൂരെന്നാ. ഇതൊന്ന് കത്തിച്ചോട്ടെ? ഓ, അതിനെന്താ? വലിക്കണോ? ഏയ് വേണ്ട. അതെന്താ, വീഡിയോ ആയതുകൊണ്ടാ? ഏയ് അല്ല, വലിക്കാറില്ല. അത് നന്നായി. എന്താണോ തൻ്റെ പേര്? വിഷ്ണു. ഞാൻ ശേഖരൻ. എന്താ പരിപാടി? ടൗണിലൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. കാറിൻ്റെ ഈ പഴയ വണ്ടികളുടെ. 800 പഴയ പുലിയാ. അല്ല, എന്തിനപ്പൊന്നൊരു ഹർത്താൽ? എന്തെങ്കിലും പാർട്ടി പ്രശ്നമായിരിക്കും. അല്ലെങ്കിലും ഹർത്താലിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ഇപ്പൊ ഹർത്താൽ പ്രഖ്യാപിച്ച ആളുകളുടെ അടുത്ത ടെൻഷൻ ഇവന്മാരിത് പിൻവലിക്കുമെന്നാ. ജനങ്ങൾക്ക് പ്രതീക്ഷയായിട്ടുള്ള ബോണസ് ആണല്ലോ ഈ ഹർത്താല്. വിഷ്ണു ഏതാ പാർട്ടി? എനിക്ക് ഈ പാർട്ടി രാഷ്ട്രീയം അതിലൊന്നും വലിയ താല്പര്യമില്ല. വണ്ടി തടയുണ്ടല്ലോ. ഓ, ഇനി അവൻ്റെയൊക്കെ റോള് കാണണം. ഹർത്താലാന്നറിയില്ലേ? ചേട്ടാ അറിഞ്ഞില്ല. ഇന്ന് രാവിലെ വണ്ടി എടുത്തപ്പോൾ അറിഞ്ഞു. ഞങ്ങളെ പ്രവർത്തകരാ ഇന്നലെ എല്ലാരും കൂടി വെട്ടിയത്. 6 മണിക്ക് ശേഷം പോയാൽ മതി, അവിടെ കിടക്ക്. ചേട്ടാ പോയിട്ട് കുറച്ച് അർജന്റ് ഉണ്ടായിരുന്നു. ഇതൊരു മുന്നറിയിപ്പും ഇല്ലാതെ. നിന്നോട് പോവാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞ്? ചേട്ടാ അർജന്റായിട്ട്. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നീ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. അവന്റെ ഒരു അർജന്റ്. എന്താ അവിടെ? അവന് പോണത്ര. ആ ചാവിങ് വരടാ, അവൻ പോട്ടെ. റോളറൊക്കെ നീ എടുത്ത് പോവില്ലട്ടോ. വണ്ടി തടഞ്ഞും പാവപ്പെട്ടവരുടെ പെട്ടിക്കട കത്തിച്ചിട്ടൊന്നല്ല നിന്റെയൊക്കെ ചങ്കൂറ്റം കാണിക്കേണ്ടത്. ആണുങ്ങളെ ഞാൻ നേരിട്ട് തീർക്കണം, മനസ്സിലായോ? രമേശേ, ആ വണ്ടിങ് വിട്ടേക്ക്. അല്ല മേഡം, ഇവര് എന്നോട് വിടാനല്ലേ പറഞ്ഞേ? വിട്. നീ വണ്ടി എടുക്കടാ. അയാൾക്ക് ചേട്ടനെ അറിയോ? അറിയായിരിക്കും. അല്ല, നമുക്ക് പോകേണ്ടത് നേരെയല്ലേ? ആ വഴിക്ക് പോയ പാർട്ടിക്കാർ പിന്നെയും പ്രശ്നമാകും. ശേഖരേട്ടാ, ഒരു പെട്ടിക്കട തുറന്നു കൊടുക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും കഴിച്ചാലോ? നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല അല്ലേ?
ചേട്ടൻ എന്താ? ഒരു ഘട്ടം പറയേ. ഇക്ക 2 കട്ടൻ. എന്താ കഴിക്കാനുള്ളത്? കഴിക്കാൻ പരിപ്പാടിയും പഴയേ ഉള്ളൂ, വേറെ ഒന്നും ആയിട്ടില്ല. എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഹർത്താലും സമരമൊന്നുമില്ലേ? ഹർത്താലും സമരമൊക്കെ നോക്കിയിരുന്ന അപ്പം എൻ്റെ കുട്ടികൾ പട്ടിണിയാകും. അല്ല, നിങ്ങൾ വരുന്ന വഴിക്ക് വണ്ടിയൊന്നും തടയണില്ലേ? തടയണൊക്കെ ഉണ്ട്. അതെ, തല്ലിട്ടാ രക്ഷപ്പെട്ടു. അവർക്കൊക്കെ പ്രാന്താണ് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. വണ്ടി തടയണ പകുതി എണ്ണത്തിന് അറിയില്ല എന്തിനാ ഹർത്താലെന്ന്. നിങ്ങൾ എന്താ കഴിച്ച്? 2 പഴവും 1 കട്ടനും. നിങ്ങളോ? ഞാൻ കൊടുക്കണോ? ഒരു പഴം ഒരു ചായ. ഞാൻ കൊടുക്കാം. വേണ്ട, ചില്ലറുണ്ട്. 23 ഉറുപ്പ്യ. ഇതാ. ചില്ലറ പൈസ. ശരി കേട്ടോ. ശരി ശരി. ശരി ശരി, ഓക്കെ ഓക്കെ. ഓ, വിശപ്പിനൊരു ആശ്വാസമുണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിവിടെ ഹർത്താലാന്ന് പറഞ്ഞില്ലേ? ഞാൻ നാട്ടിലില്ലായിരുന്നു, കണ്ണൂരായിരുന്നു കുറച്ചു കാലം. അവിടെ എന്താ പരിപാടി? ജയിലിലായിരുന്നു. എന്താ പേടിച്ചോ? റോഡ് ഭയങ്കര മോശമല്ലേ? കുറച്ച് മോശമാണെങ്കിലും പെട്ടെന്ന് എത്തും. എന്ത് പറ്റി? അറിയില്ല, ഇന്നലെ പണി കഴിഞ്ഞ വണ്ടിയാ. നോക്കട്ടെ. പണിയായി ചേട്ടാ, ഈറ്റായതാണ്. ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. ചേട്ടേരി, ഇതിപ്പോ ശരിയാക്കി തരാം. ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ജയിലായിരുന്നു പറഞ്ഞു. എന്തായിരുന്നു കേസ്? അതൊക്കെ ഒരു കഥയാണ് കുട്ടിയെ. ചേട്ടൻ പറ, ഇതെന്തായാലും കുറച്ച് ടൈം എടുക്കും. കേട്ടിട്ടുണ്ടാവും, ഒരു മാധവൻ വധക്കേസ്. എന്തായിരുന്നു പ്രശ്നം? 5-8 വർഷം മുമ്പാണ്. കൃത്യമായിട്ട് പറഞ്ഞ 2005. ഞാനും മാധവനും അന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്നു. പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്ന സമയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാധവൻ്റെ നേതൃത്വത്തിൽ തന്നെ ചില പാർട്ടി അനുഭാവികളും ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു. അത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊരു വെല്ലുവിളിയാവുന്ന കണ്ട് അന്നത്തെ MLA, ഇന്നത്തെ ആഭ്യന്തരമന്ത്രി കൃഷ്ണേട്ടൻ ഒരു അടിയന്തര യോഗം വിളിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും കയറി കിടക്കാനൊരു വീടുമാണ് വേണ്ടത്. രക്തം തിളക്കുന്ന പ്രസംഗങ്ങളോ കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങളോ അതിന് പകരമാവില്ല. പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ അനുവദിച്ച തുക അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിയിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇതിനെതിരെ പലതവണ
സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പ്രധാനം തെരഞ്ഞെടുപ്പാ. കൊടുത്ത വാക്ക് പാലിക്കാതെ പുതിയ വാഗ്ദാനങ്ങളുമായി ജനങ്ങളെ വഞ്ചിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. മാധവൻ ഇപ്പൊ സംസാരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഷയിലാണ്. എനിക്കൊരു പക്ഷമേ ഉള്ളൂ. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പക്ഷമാണ്. ഇനി പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞോളാം. മാധവ, പാർട്ടി ഉണ്ടെങ്കിലേ നേതാവുള്ളൂ, അത് മറക്കണ്ട. നേതാവായിരിക്കാൻ വേണ്ടി മാത്രം മാധവന് പാർട്ടി വേണ്ട. അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് പറയാൻ പറ്റും. ഇലക്ഷന് ഇങ്ങനെ പോയാൽ വരുന്ന ഇലക്ഷൻ നമുക്ക് നല്ല ക്ഷീണാവും. മാധവൻ സ്വതന്ത്രനാണ് മത്സരിച്ച ഉറപ്പുള്ള പല വോട്ടും അങ്ങോട്ട് പോകും. ഞാൻ പറയുകയാണെങ്കിൽ ചർച്ച ചെയ്ത് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. അങ്ങനെ പാർട്ടിയെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയാലും തിരിച്ചു വിളിക്കണം നല്ല കഴിവഴക്കല്ല. നിങ്ങൾ ഇങ്ങനെ തമ്മിൽ വർത്തമാനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളൊന്ന് ഇരിക്കട്ടെ. അത് പറയാൻ പറ്റും. ഇലക്ഷന് അടുത്ത് ഈ സമയത്ത് ഇങ്ങനെ സംഭവം ശേഖരാ, കൃഷ്ണേട്ടൻ, ശേഖരൻ കേട്ടിട്ടുണ്ടാവും. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ വളർന്ന അത് വെട്ടണമെന്ന മാധവൻ. അവനിപ്പോ അതുപോലൊരു മര. അതിനിയും വളരാൻ പാടില്ല. അറിയാം കൃഷ്ണേട്ടാ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവരാരും ഒന്നും നേടിയവരല്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ജീവനെടുത്ത പലരും ഇന്ന് ഉന്നതങ്ങളില്ല. എന്താ അഹമ്മദേ, അങ്ങനെ തന്നെയല്ലേ? അതൊക്കെ ശേഖരന് നന്നായിട്ട് അറിയാലോ. ഞാനും നമ്മുടെ പാർട്ടിയും എന്നും കൂടെ ഉണ്ടാവും. ശേഖരാ, സൂക്ഷിക്കണം. ശത്രു മാധവനാ. നമ്മുടെ പിള്ളേരെയും കൂട്ടിക്കോ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. മാധവൻ ഇനി നമുക്ക് തടസ്സാവില്ല. എന്താ ശേഖര ഈ വഴിയൊക്കെ? വഴി തെറ്റിയതാണോ? വഴി തെറ്റിയത് നിനക്കല്ലേ മാധവ? ഓ, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചതാ. കാരണം ആരോപണങ്ങളൊക്കെ ആയുധം കൊണ്ട് മറുപടി പറയാനേ നീയൊക്കെ ശീലിച്ചിട്ടുള്ളൂ.
പിന്നെ ഒരു 8 വർഷത്തെ ജയിൽ ജീവിതം. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ അകത്ത് പോകുമ്പോൾ എൻ്റെ ഭാര്യ 2 മാസം ഗർഭിണിയായിരുന്നു. എൻ്റെ മോനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളെന്നെ കാണാൻ വരുമ്പോൾ മോനെ കൊണ്ടുവരണ്ടെന്ന് ഞാനാ പറയാറ്. അവ ഈ ജയിലൊന്നും കണ്ട് വളരണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇനിയുള്ള ജീവിതം എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. സ്വസ്ഥമായിട്ട് ജീവിക്കണം, സന്തോഷമായി. എന്താ ശേഖര, ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കേണ്ട നിനക്ക്? നിന്റെയൊക്കെ നെറുകെട്ട രാഷ്ട്രീയത്തിന് ഇരയായ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവിടെ. അവരൊക്കെ എങ്ങനെ കഴിയുന്നു നീ അറിഞ്ഞിട്ടുണ്ടോ? കാത്തിരിക്കുന്ന കുടുംബത്തിലേക്കുള്ള യാത്ര പാതി വഴിയിൽ അവസാനിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്കറിയാം. പക്ഷെ ശേഖര, 8 വർഷം മുമ്പ് ഒരു രാത്രി ഉറങ്ങാതെ അച്ഛനെ കാത്തിരുന്നു ഞാൻ. പിന്നെ ആരോ പറഞ്ഞു അച്ഛനിനി വരില്ല എന്ന്. അന്ന് നീയൊക്കെ കൂടി മാധവനെ കുത്തിക്കീറുമ്പോ ഓർക്കണായിരുന്നു കാത്തിരിക്കാൻ അയാൾക്കൊരു കുടുംബം ഉണ്ടെന്ന്, ഒരു മകനുണ്ടെന്ന്. അപ്പൊ നീ തന്തയെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണല്ലേ? അതേടാ, കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടി. ഇന്നത്തെ ഹർത്താല് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നതാണ്. കൊണ്ടുവന്നാണ് ശേഖര നിന്നെ ഞാനിവിടെ. നീ വെറും ആയുധമായിരുന്നു. ആജ്ഞാപിച്ച് മാറി നിന്നവർ കളത്തിന് പുറത്താണ്. നിന്റെ നാവിൽ നിന്നും അതും കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അവർക്കുള്ളതാണ്. നിന്റെ തന്ത മാധവൻ എനിക്ക് കയറിയിട്ടില്ല. പിന്നെ നീ വാടാ. ഇതുപോലെ ചേർത്ത് നിർത്തിയിട്ടാ നിന്റെ തന്ത മാധവനെ ഞാൻ തീർത്തത്.
അമ്മ അച്ഛൻ എന്താ വരാത്തെ? അച്ഛൻ ഇപ്പൊ വരും. മോനകത്ത് കയറിയിരിക്കേ.